ഗുഡ് മോർണിംഗ് എവറി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ടെക്നിക്സ് ഇൻ കംപ്ലീറ്റ് ഡെഞ്ചറിൽ തന്നെ സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചറിനെ പറ്റിയിട്ടാണ്. എന്താണ് സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചർ? സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചർ എന്ന് പറയുമ്പോൾ ആ പേരിലെ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരാർച്ചിൽ, ഇതിപ്പോൾ മാക്സിലറി ആയാലും ശരി അല്ല മാൻഡിബിൾ ആയാലും, അപ്പോൾ ഏതെങ്കിലും ഒരാർച്ചിൽ നമ്മൾ ഒരു കംപ്ലീറ്റ് ഡെഞ്ചർ ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണ്. ആ ഒരു ഇതാണ് സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചർ എന്ന് പറയുമ്പോൾ. ചില സമയങ്ങളിൽ സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാക്സിലയാണ് നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാക്സിലയിൽ നമ്മൾ ഒരു കംപ്ലീറ്റ് ഡെഞ്ചർ മാക്സിലറി ആർച്ചിന് മാത്രമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ ഒപ്പോസിങ്ങിൽ നാച്ചുറൽ ടീത്ത് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിക്സ്ഡ് പ്രോസസ് ആയിരിക്കും, അല്ലെങ്കിൽ മുന്നേ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള RPDയോ അല്ലെങ്കിൽ ഒരു CD ഒപ്പോസിംഗ് ആയിട്ട് നമ്മൾ ഒരാർച്ചിൽ മാത്രമായിട്ട് കംപ്ലീറ്റ് ഡെഞ്ചർ ഉണ്ടാക്കുമ്പോൾ പറയുന്ന ടേമാണ് സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചർ. എന്തൊക്കെയാണ് സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചറിനുള്ള ഇൻഡിക്കേഷൻസ് നോക്കാം, അതായത് ഓപ്പോസിറ്റ് ആർച്ചിൽ എന്തൊക്കെ കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക എന്ന് നോക്കാം. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഒരാർച്ച് കംപ്ലീറ്റ്ലി ഡെഞ്ചറസ് ആയിരിക്കും, പക്ഷേ ഒപ്പോസിങ്ങിൽ നാച്ചുറൽ ടീത്ത് ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ നാച്ചുറൽ ടീത്തില്ലേ കാണും, ഇപ്പോൾ ചിലപ്പോൾ 8 മാത്രമായിരിക്കും മിസ്സിങ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു RPDയുടെയോ FPDയുടെയോ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കണ്ടീഷൻസിൽ ഒരു ഇപ്പം ലോവറിൽ എല്ലാ പല്ലുകളും ഉണ്ട്, അപ്പറിലാണ് പല്ലില്ലാത്തതെങ്കിൽ അപ്പറിൽ നമുക്ക് സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചർ കൊടുക്കാം. ഇനി അതല്ല, ചില കേസിൽ ഇപ്പോൾ എന്താ പറയുക, ഒപ്പോസിങ് ആർച്ചിൽ ഒരു കുറച്ച് മിസ്സിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് RPDയോ FPDയോ അഡ്വൈസ് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ്ലി ഡെഞ്ചറസ് ആയിട്ടുള്ള ആർച്ചിൽ നമുക്ക് സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചർ കൊടുക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പാർഷ്യലി ഡെഞ്ചറസ് ഏരിയയിൽ നമുക്കിപ്പോൾ ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചർ വേണമെങ്കിലും റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് മേലെ സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചർ കൊടുക്കാം. അതും അല്ലെങ്കിലെന്നുണ്ടെങ്കിൽ ഒരു റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ വെച്ചിട്ടാണെങ്കിലും ഒപ്പോസിങ് ആർച്ചിൽ കംപ്ലീറ്റ് ഡെഞ്ചർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒപ്പോസിങ് ആർച്ചിൽ ഓൾറെഡി ഒരു കംപ്ലീറ്റ് ഡെഞ്ചർ ഉണ്ട്, അപ്പോൾ മേലെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡെഞ്ചറസ് ആയിട്ടിരിക്കും, താഴെ ഒരു നേരത്തെ തന്നെ ഒരു ഫാബ്രിക്കേറ്റഡ് കംപ്ലീറ്റ് ഡെഞ്ചർ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിങ് ഒരു സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചർ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് ഇൻഡിക്കേഷൻസ്. എന്തൊക്കെയാണ് സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചറിൽ വരാവുന്ന ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അതായത് നമുക്ക് ഏറ്റവും മെയിനായിട്ട് എപ്പോഴും വരെ ഇപ്പോൾ ഒപ്പോസിങ് നാച്ചുറൽ ടീത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒരു ഫോഴ്സ് നമുക്ക് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം രണ്ടിതിലും ഡെഞ്ചർ വരുന്ന പോലെ ആയിരിക്കില്ല നാച്ചുറൽ ടീത്തിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എക്സസീവ് ഫോഴ്സ് കാരണം മോർഫോളജിക്കൽ ചേഞ്ചസ് എപ്പോഴും വരാം, അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോ റിലേഷന് നമുക്ക് എന്താ പറയുക, ഒപ്പോസിങ് ആർച്ചിൽ എങ്ങനെയായിരിക്കും ടീത്ത് അറേഞ്ച്മെൻറ്റ് അതനുസരിച്ചിട്ട് വേണം നമ്മൾ മേലെയും അറേഞ്ച് ചെയ്യേണ്ടി വരിക എന്നുള്ളത്. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസുകളിൽ ചിലപ്പോൾ ഫ്ലാബി ടിഷ്യൂ ഒക്കെ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ പറയാൻ അങ്ങനെ ക്ലാസിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. മാക്സിലറി സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചർ അല്ലെങ്കിൽ മാൻഡിബിൾ സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചറിനെ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം മാക്സിലറി സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിലാദ്യം തന്നെ നമുക്ക് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് ആണ്. അപ്പോൾ ഈ ഡയഗ്നോസിസിൽ തന്നെ ഇപ്പോൾ എങ്ങനെയാണ്, അതായത് സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചർ ഒപ്പോസിങ്ങും ഇഡഞ്ചുലസ് ആയിട്ടുള്ള ആർച്ചാണോ അതോ ഇല്ല ഡെഞ്ചുലസ് ആയിട്ടുള്ള ആർച്ചാണോ എന്നൊക്കെ നോക്കുക. ഇപ്പോൾ ഇഡഞ്ചുലസ് ആയിട്ടുള്ള ആർച്ച് തന്നെ ആണെങ്കിൽ നമ്മൾ ഒരു സാധാരണ CDക്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രം മതി. അതല്ല ഡെഞ്ചുലസ് ആർച്ച് ആണെന്നുണ്ടെങ്കിൽ എത്ര ടീത്താണ് റിമൈനിങ് എന്ന് നോക്കുക ഒപ്പോസിങ് ആർച്ചിൽ. അതുപോലെ തന്നെ എന്താണ് ആ ടീത്തുകളുടെ കണ്ടീഷൻ, അതായത് ഹെൽത്തി ആണോ, എന്തെങ്കിലും കേരീസ് ലീഷൻസ് ഉണ്ടോ, അല്ല ഇനി എന്തെങ്കിലും RCTയുടെ ആവശ്യമുണ്ടോ, അതല്ല ഇനി എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പെരിഡോണൽ കണ്ടീഷൻ എങ്ങനെയാണ്, ഇതൊക്കെ ചെക്ക് ചെയ്യണം ഡെഞ്ചുലസ് ആർച്ചാണെങ്കിൽ. നമുക്കിപ്പോൾ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മൗത്ത് പ്രിപ്പറേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒപ്പോസിങ് നാച്ചുറൽ ടീത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒക്ലൂഷ്യൽ പ്ലെയിൻ എങ്ങനെയാണെന്ന് നമ്മൾ അസസ് ചെയ്യണം. എന്തെങ്കിലും ചെറിയ ചെറിയ കറക്ഷൻസ് ചെയ്യാനുണ്ടോ, അതായത് സെലക്റ്റീവ് ഗ്രൈൻഡിങ് പോലെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കണം. ഒക്ലൂഷൻ പ്രോപ്പറാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൽ നമുക്ക് ഒക്ലൂഷ്യൽ പ്ലെയിൻ കറക്റ്റ് ചെയ്യേണ്ട ഏതൊക്കെ കണ്ടീഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാൽപോസ്റ്റ് ടീത്ത് ഉണ്ട്, അതായത് കറക്റ്റ് പൊസിഷനിൽ അല്ലാണ്ടിരിക്കുന്ന ടീത്തുകളുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ സിവിയർലി ടിപ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരുപാട് അങ്ങ് ചരിഞ്ഞിരിക്കുന്ന പല്ലുകളുണ്ടോ, സൂപ്രാ എറപ്റ്റഡ് പല്ലുകളുണ്ടോ, അതല്ലെങ്കിൽ ഇറഗുലർ ഒക്ലൂസൽ പ്ലെയിൻ ആണോ, അതല്ല ഇനി നമുക്കിപ്പോൾ ഒപ്പോസിങ് കംപ്ലീറ്റ് ഡെഞ്ചർ വരികയാണല്ലോ, ആ കംപ്ലീറ്റ് ഡെഞ്ചർ വരുന്നിടത്ത് അവിടെ ടീത്ത് പ്ലേസ് ചെയ്യാനുള്ള സഫിഷ്യൻറ്റ് സ്പേസ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഒക്ലൂഷ്യൽ പ്ലെയിൻ കറക്ഷനിൽ നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മെത്തേഡുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ സ്വെൻസൺസ് ടെക്നിക്ക് ഉണ്ട്,
എക്സ്റ്റാക്സ് ടെക്നിക്ക് ഉണ്ട്, ബ്രൂസ് ടെക്നിക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബൗച്ചർ ടെക്നിക്കുണ്ട്. ഇത്രയും ടെക്നിക്ക് വെച്ചാണ് നമ്മൾ ഈ ഒക്ലൂഷൽ പ്ലെയിൻ കറക്ഷൻ ചെയ്യുന്നത്. ഇനി ഈ ടെക്നിക്കുകൾ എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം എന്താണ് സ്വെൻസൺസ് മെത്തേഡ് നോക്കാം. സ്വെൻസൺസ് മെത്തേഡിൽ നമ്മളിപ്പോൾ അപ്പർ ആൻഡ് ലോവറിൻ്റെ കാസ്റ്റ് ആദ്യം എടുക്കും. അത് കഴിഞ്ഞ് ഒരു ടെൻറ്റേറ്റീവ് ജോർലേഷൻ എടുത്തതിന് ശേഷം അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക, ഒരു സെൻട്രിക്കുലേഷനും വെർട്ടിക്കൽ ഡയമെൻഷനും ഒക്കെ അപ്പോൾ ആർട്ടിക്കുലേഷൻ വഴി കിട്ടും. എന്നിട്ട് ഇപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന കണ്ടീഷനിൽ മാക്സിലറി ഇഡഞ്ചുലിസും ലോവറിൽ ടീത്ത് ഉള്ള കണ്ടീഷനുമാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ മാക്സിലറിയിൽ നമ്മൾ ഒരു ഡെഞ്ചർ ബേസ് അതായത് ആ ഒക്ലൂഷൽ റിമിൽ നമ്മൾ ടീത്ത് സെറ്റ് ചെയ്യുന്നു. ഒരു ടെൻറ്റേറ്റീവ് ജോർലേഷനാണ് എടുത്തേക്കുന്നത്. ടീത്ത് സെറ്റ് ചെയ്തതിന് ശേഷം നാച്ചുറൽ ടീത്തിൽ എന്തെങ്കിലും ഇൻ്റർഫറൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് പെൻസിൽ വെച്ച് ആ കാസ്റ്റിൽ നമ്മൾ മാർക്ക് ചെയ്യണം. ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇൻ്റർഫറൻസ് വരിക എന്നുള്ളത് നാച്ചുറൽ ടീത്തിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയഗ്നോസ്റ്റിക് കാസ്റ്റിൽ ആ ഇൻ്റർഫറൻസ് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ അതൊരു ഗൈഡായിട്ട് വെച്ചിട്ട് നമ്മൾ ഒക്ലൂസൽ മോഡിഫിക്കേഷൻസ് ചെയ്യുക ആ നാച്ചുറൽ ടീത്തിൽ. അങ്ങനെ ഒക്ലൂസൽ മോഡിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഡയഗ്നോസ്റ്റിക് കാസ്റ്റ് എടുക്കുക. എന്നിട്ട് വീണ്ടും ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് ആ ടീത്ത് സെറ്റ് വെച്ചിട്ട് ഒന്ന് ട്രൈൻ പോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻ്റർഫറൻസ് ഒക്കെ മാറിയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് പേഷ്യൻ്റെ വായിൽ ഒന്ന് ട്രൈൻ ചെയ്ത് നോക്കുക. ഇതാണ് സ്വെൻസൺസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഡിസഡ്വാൻറ്റേജായി നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ നമ്മൾ ഇംപ്രഷൻ എടുത്ത് തിരിച്ച് മൗണ്ട് ചെയ്ത് നോക്കേണ്ടി വരും. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം ഒക്ലൂഷൽ മോഡിഫിക്കേഷൻസ് ചെയ്തതിന് ശേഷം കാസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വീണ്ടും ഇൻ്റർഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്താ പറയുക ഒക്ലൂഷൽ കറക്ഷൻസ് ചെയ്ത് ഇംപ്രഷൻ എടുത്ത് മൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. പ്രൊസീജിയർ സിമ്പിളാണ്, പക്ഷേ ഇതുപോലെ ഒരുപാട് തവണ ഇംപ്രഷൻ എടുക്കും, അതുപോലെ തന്നെ ഒരുപാട് തവണ ആർട്ടിക്കുലേറ്റ് ചെയ്യേണ്ടതുമായിട്ട് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അടുത്തത് എക്സ്റ്റാസ് മെത്തേഡാണ്. അതിൽ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യു ഷേപ്ഡ് മെറ്റാലിക് ഒക്ലൂസൽ ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ലോവർ സൈഡ് എന്ന് വെച്ചാൽ ഒരു ചെറുതായിട്ടൊരു സ്ലൈറ്റായിട്ടൊരു കോൺവെക്സ് സർഫസ് ആണ് അത് ഈ വെക്കുന്ന മെറ്റാലിക് ടെംപ്ലേറ്റിൻ്റെ ലോവർ സൈഡ്. ഈ നമ്മൾ ഇരിക്കുന്ന ഇപ്പം ലോവർ ആർച്ചിലാണ് പല്ലുകളുള്ളതെങ്കിൽ ലോവർ ആർച്ചിൽ പ്ലേസ് ചെയ്ത് നോക്കിയിട്ട് അതൊരു മെറ്റാലിക് പ്ലേറ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് അത് വെച്ച് നോക്കാൻ പറ്റും എന്തെങ്കിലും ഒക്ലൂഷൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടോ, അതായത് കുറയ്ക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഹൈറ്റ് കൂട്ടേണ്ടതുണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം സ്റ്റോൺ കാസ്റ്റിൽ നമ്മൾ അതിൻ്റെ മോഡിഫിക്കേഷൻസ് ചെയ്യുന്നു. ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് ട്രിം ചെയ്യാനുണ്ടെങ്കിലോ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ലൂസൽ കറക്ഷൻസ് എല്ലാം സ്റ്റോൺ കാസ്റ്റിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ചാണ് നമ്മൾ ടീത്തിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ നാച്ചുറൽ ടീത്തിൽ ആവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ യു ഷേപ്ഡ് ഒക്ലൂസൽ ടെംപ്ലേറ്റ് ആണ് നമ്മളിവിടെ ഒരു യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ കാസ്റ്റിൽ നമ്മൾ റിഡക്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ റിഡക്ഷൻ ചെയ്തിട്ട് അതിനെയാണ് ഒരു ഗൈഡായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് യാക്സ്റ്റാസ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് ബ്രൂസ് ടെക്നിക്കാണ്. ബ്രൂസ് ടെക്നിക്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിലറി മാൻഡിബുലാർ കാസ്റ്റ് ഒരു അക്സെപ്റ്റബിൾ വെർട്ടിക്കൽ ഡയമെൻഷനിൽ വെച്ചിട്ട് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാക്സിലറി സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ലോവറിൽ ടീത്തുകളുണ്ട്. അപ്പോൾ നമുക്ക് ലോവറിൽ എന്തൊക്കെ ഒക്ലൂഷൽ കറക്ഷൻസ് വേണമെന്ന് നോക്കാനാണ് ഈ ബ്രൂസ് ടെക്നിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് വെർട്ടിക്കൽ ഡയമെൻഷനിലും സെൻട്രിക്കുലേഷനിലുമാണ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്റ്റോൺ കാസ്റ്റിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആദ്യം സ്റ്റോൺ കാസ്റ്റിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്യും. ആ ഒക്ലൂഷൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത സ്റ്റോൺ കാസ്റ്റിലേക്ക് നമ്മൾ ഒരു അക്രിലിക് റെസിൻ വെച്ചിട്ടൊരു ടെംപ്ലേറ്റ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഈ സ്റ്റോൺ കാസ്റ്റിൻ്റെ മേലെ നമ്മളൊരു അക്രിലിക് ടെംപ്ലേറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യും. നമ്മൾ ഒക്ലൂഷൽ മോഡിഫിക്കേഷൻസ് വരുത്തിയ കാസ്റ്റിൻ്റെ മേലെയാണ് ഈ അക്രിലിക് ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ അക്രിലിക് ടെംപ്ലേറ്റ് പേഷ്യൻറ്റിൻ്റെ വായിൽ വെച്ചിട്ട് നാച്ചുറൽ ടീത്തിൽ, അപ്പോൾ അതിനെന്തായാലും കുറച്ച് ഇൻ്റർഫറൻസ് കാണും നമ്മളിപ്പോൾ ഈ ചെയ്ത ടെംപ്ലേറ്റും നാച്ചുറൽ ടീത്തുമായിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് എപ്പോഴാണോ പെർഫെക്റ്റായിട്ട് ആ ടെംപ്ലേറ്റ് നാച്ചുറൽ ടീത്തിൽ സീറ്റ് ആവുന്നത് അതുവരെയുള്ള ഒക്ലൂഷൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതാണ് ബ്രൂസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അടുത്തത് ബൗച്ചേഴ്സ് ടെക്നിക്കാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോർലേഷനൊക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇതിന് ഒരു പ്രോഗ്രാം ചെയ്ത ആർട്ടിക്കുലേറ്റർ വേണം. അതായത് ഇപ്പോൾ സെമി അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്ററിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതിൽ അപ്പറിൽ പോർസലിൻ ടീത്താണ് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സെമി അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റർ ആണല്ലോ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബാലൻസിങ് കോൺടാക്ട്സ് കിട്ടുന്നത് രീതിയിൽ നമ്മൾ മാക്സിലറി ടീത്ത് അറേഞ്ച്മെൻറ്റ് ചെയ്യണം.
എന്തെങ്കിലും ഒക്ലൂഷ്യൽ ഇൻ്റർഫറൻസ് ഉണ്ടെങ്കിൽ ആ പോർസലിൻ ടീത്തിൻ്റെ ആ ഒരു കോണ്ടാക്ട് കൊണ്ട് തന്നെ കാസ്റ്റിൽ ചെറിയൊരു ഒരു സ്ക്രേപ്പിംഗ് പോലെ വരും. സെമി അഡ്ജസ്റ്റബിൾ അറിയാലോ, നമ്മൾ റൈറ്റ് ലാറ്ററൽ ലെഫ്റ്റ് ലാറ്ററൽ പ്രൊട്രൂസീവ് മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് നോക്കും ബാലൻസിങ് വന്നിട്ടുണ്ടോ. അപ്പോൾ ആ മൂവ്മെൻറ്റ്സിൽ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒക്ലൂസൽ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ, കാര്യം ലോവറിൽ നമ്മൾ ഡെൻ്റൽ സ്റ്റോണിൻ്റെ കാസ്റ്റാണ് വച്ചേക്കുന്നത്, മേളിൽ നമ്മൾ പോർസലിൻ ടീത്തുമാണ്. അപ്പോൾ ആ പോർസലിൻ ടീത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻറ്റ്സിൽ ഈ കാസ്റ്റിൽ കുറച്ച് കാസ്റ്റ് കുറച്ച് പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ആ പോളിഷായി വരുന്ന സർഫസ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ വന്ന ഡിഫറൻസസ് നമ്മൾ നാച്ചുറൽ ടീത്തിലേക്ക് വരുത്തുക. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒക്ലൂസൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഇച്ചിരി ഹൈറ്റ് കുറയ്ക്കാനുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മളതിൽ വരുത്തിയാൽ മതി. അപ്പോൾ ഇതൊരു ഗൈഡായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒക്ലൂസൽ ഡിസ്ക്രിപ്പൻസീസ് നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇതാണ് ബൗച്ചേഴ്സ് ടെക്നിക്ക്. സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചറിൽ നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്താണ് ബാലൻസിങ് സെറ്റിംഗ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ 2 ടെക്നിക്സാണുള്ളത്. ഒന്ന് ഫങ്ഷണൽ ചൂയിൻ ടെക്നിക്കും പിന്നൊന്ന് ആർട്ടിക്കുലേറ്റർ ഇക്വിലിബ്രിയം മെത്തേഡും ആണുള്ളത്. 2 മെത്തേഡ്സാണുള്ളത്, ഫങ്ഷണൽ ചൂയിൻ ടെക്നിക്കും ആർട്ടിക്കുലേറ്റർ ഇക്വിലിബ്രേഷൻ മെത്തേഡും. അതിൽ ഫങ്ഷണൽ ചൂയിൻ ടെക്നിക്ക് തന്നെ 4 ടെക്നിക്സ് ഉണ്ട്. സ്റ്റാൻസ്ബറീസ് ടെക്നിക്, വിക്സ് ടെക്നിക്, ഷാരീസ് ടെക്നിക് ആൻഡ് റുഡ്സ് ടെക്നിക്. ഈ 4 ടെക്നിക്കുകൾ ഫങ്ഷൻ ചൂയിൻ ടെക്നിക്കിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. സ്റ്റാൻസ്ബറി ടെക്നിക്, വിക്സ് ടെക്നിക്, ഷാരി ടെക്നിക് ആൻഡ് റുഡ്സ് ടെക്നിക്. അപ്പോൾ ബാലൻസ് സെറ്റിങ്ങിൽ ആദ്യത്തേത് ഫങ്ഷണൽ ചൂയിൻ ടെക്നിക്. മുന്നേ പറഞ്ഞായിരുന്നു 2 ടൈപ്പ് ടെക്നിക്കാണുള്ളത്. ഫങ്ഷണൽ ചൂയിൻ ടെക്നിക്കും ഉണ്ട്, അതുപോലെ ആർട്ടിക്കുലേറ്റർ ഇക്വിലിബ്രേഷൻ മെത്തേഡും ഉണ്ട്. ഇതിൽ ഫങ്ഷണൽ ചൂയിൻ ടെക്നിക്കാണ് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ ഫങ്ഷണൽ ചൂയിൻ ടെക്നിക്കിൽ തന്നെ 4 ടെക്നിക്കുകളുണ്ട്. സ്റ്റാൻസ്ബറീസ് ടെക്നിക്ക് ഉണ്ട്, വിക്സ് ടെക്നിക്ക് ഉണ്ട്, ഷാരി ടെക്നിക്ക് ഉണ്ട്, റുഡ്സ് ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേത് സ്റ്റാൻസ്ബറീസ് ടെക്നിക്. സ്റ്റാൻസ്ബറീസ് ടെക്നിക്ക് എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഉണ്ട്, ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് സ്റ്റാൻസ്ബറിയാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒക്ലൂഷ്യൽ റിം ഉണ്ടാക്കുക, കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഒക്ലൂസൽ റിം ഉണ്ടാക്കുക. എന്നിട്ട് അതിന്ന് ബക്കലിൽ നിന്നും ലിംഗ്വലിൽ നിന്നും നമ്മൾ കുറച്ച് കോമ്പൗണ്ട് മാറ്റിയിട്ട് അവിടെ നമ്മൾ കാർഡിങ് വാക്സ് വെക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കോമ്പൗണ്ട് എന്തിനാണ് യൂസ് ചെയ്തത്, അതായത് ആ മിഡിലിൽ നമ്മൾ എന്തിന് കോമ്പൗണ്ട് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ VD ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ വാക്സിൽ റിം ഉണ്ടാക്കിയിട്ട് ഈ ഫങ്ഷണൽ മൂവ്മെൻറ്റ്സ്, അതായത് എക്സെൻട്രിക് ചൂയിങ് മൂവ്മെൻറ്റ്സ് ചെയ്യിപ്പിക്കുമ്പോൾ VD കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പൗണ്ടിൽ ഒക്ലൂഷ്യൽ റിം ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ ലാറ്ററൽ മൂവ്മെൻറ്റ്സിന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻ്റർഫറൻസുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ബക്കലിയും ലിംഗ്വലിയും നമ്മൾ കാർഡിങ് വാക്സ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സെൻട്രിക് മൂവ്മെൻറ്റ്സ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ കാർഡിങ് വാക്സ് നമുക്ക് മോൾഡായിട്ട് കിട്ടും. എന്നിട്ട് നടുവിൽ നമുക്ക് കോമ്പൗണ്ട് ഇരിക്കുന്നതുകൊണ്ട് VD ലോസ് വരുത്തില്ല. അപ്പോൾ നമുക്കൊരു ജനറേറ്റഡ് ഒക്ലൂസൽ റിമ്മാണ് അതുവഴി നമുക്ക് കിട്ടുന്നത്. ആ ഒക്ലൂസൽ റിം നമ്മൾ പേഷ്യൻ്റെ വായിൽ നിന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഈ ആ ഒരു ഒരു കസ്പിൻ്റെ ഒരു പാത്ത് നമുക്ക് കിട്ടും. ഈ ലോവറിൽ നാച്ചുറൽ ടീത്ത് ആണല്ലോ, അപ്പോൾ ഈ നാച്ചുറൽ ടീത്ത് വെച്ചാണ് നമ്മൾ ഈ എക്സെൻട്രിക് മൂവ്മെൻറ്റ്സ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതിൽ ആ ഒരു പാത്തിലേക്ക് നമ്മൾ സ്റ്റോൺ പോർ ചെയ്യുക. അപ്പോൾ സ്റ്റോൺ പോർ ചെയ്തല്ലോ നമ്മളപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ഈ അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റുമായിട്ട് നമ്മൾ ആർട്ടിക്കുലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ടീത്ത് സെറ്റിംഗ് ആ റിമ്മിൽ തന്നെ ചെയ്യുകയാണ്. റിമ്മിൽ ആദ്യം നമ്മൾ ടീത്ത് സെറ്റിംഗ് ചെയ്യുമ്പോൾ ഒറിജിനൽ ലോവർ കാസ്റ്റ് ഇല്ലേ, അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്നത് നമ്മൾ ആ ഒക്ലൂഷ്യൽ റിമ്മിൽ ആ പാത്തിൽ പോർ ചെയ്തെടുത്ത കാസ്റ്റ് അല്ല, നോർമലി നമ്മൾ ഇംപ്രഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന കാസ്റ്റ് വെച്ചിട്ട് ടീത്ത് സെറ്റ് ചെയ്യുക. അതായത് എസ്തെറ്റിക്സ് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ആ എസ്തെറ്റിക്കലി നമ്മൾ എല്ലാം അച്ചീവ് ചെയ്തു എന്ന് തോന്നുമ്പോൾ ആ കാസ്റ്റ് മാറ്റിയിട്ട് നമ്മൾ ഈ പോർ ചെയ്തെടുത്തല്ലോ ഒരു കാസ്റ്റ് ഈ ഒക്ലൂഷ്യൽ റിമ്മിൽ, അത് വെച്ചിട്ട് ഇൻ്റർഫറൻസുകൾ ചെക്ക് ചെയ്യുക. ഇതാണ് ഫങ്ഷണൽ ചൂയിൻ ടെക്നിക്കിലെ സ്റ്റാൻസ്ബറീസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അടുത്തത് വിക്സ് ടെക്നിക്കാണ്. വിക്സ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ സ്റ്റാൻസ്ബറീസ് ടെക്നിക്കിലെ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്. ആകെ വരുന്ന വ്യത്യാസം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻസ്ബറീസ് ടെക്നിക്കിൽ പറഞ്ഞിരുന്നു കോമ്പൗണ്ട് വെച്ചിട്ടാണ് റിമ്മ് വരിക. ഇതിൽ റിമ്മ് നമ്മൾ അക്രിലിക് റെസിൻ വെച്ചിട്ടാണ്. അതായത് നമ്മളപ്പോൾ ആദ്യമേ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യില്ല, ചെറിയൊരു ഒരു ഒക്ലൂസൽ ആ VD മെയിൻറ്റെയിൻ ചെയ്യാൻ ആ നടുവിലൂടെ മാത്രം അക്രിലിക് കൊടുത്തിട്ട് സൈഡിൽ കാർഡിങ് വാക്സ് തന്നെയാണ് വരിക. ബാക്കി ടെക്നിക്കെല്ലാം സ്റ്റാൻസ്ബറീസ് പോലെ തന്നെ സെയിം ആണ്. ആകെ വരുന്ന ഡിഫറൻസ് ആ ഫിൻ ഓഫ് റെസിനാണ് ആ ഒരു കോമ്പൗണ്ടിനെ റീപ്ലേസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് സ്റ്റാൻസ്ബറീസ് പോലെ തന്നെയാണ്.
ഷാരീസ് ടെക്നിക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് എൻഡ് വാക്സ് ആണ് ഒക്ലൂസൽ റിം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ഉണ്ടാക്കുമ്പോൾ ഒറിജിനൽ വീഡിയോ അല്ല, കുറച്ച് വീഡിയോ ഒരു 1 to 2 mm കൂടുതലാക്കിയാണ് നമ്മൾ വീഡിയോ വെക്കുക. എന്നിട്ട് പേഷ്യൻ്റെ വായിലേക്ക് അത് വെച്ച ശേഷം പേഷ്യൻറ്റിനെ കൊണ്ട് എക്സെൻട്രിക് മൂവ്മെൻറ്റ്സ്, അതായത് ചൂയിങ് മൂവ്മെൻറ്റ്സ് ചെയ്യിപ്പിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഈ വാക്സ് ഒക്കെ അബ്രേഡ് ആയിട്ട് കിട്ടും. അപ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ മൂവ്മെൻറ്റ്സിൽ മാത്രമല്ല ഈ പ്രൊട്രൂസീവും എല്ലാം ചെയ്ത് നോക്കുക. ഇത് ഈ പ്രൊസീജിയർ ഇങ്ങനെ കുറച്ച് നേരം കണ്ടിന്യൂ ചെയ്യുക. എപ്പോഴും വരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് വീടി കിട്ടുന്നത് വരെ ഈ ഫങ്ഷണൽ മൂവ്മെൻറ്റ്സ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ റിം അതിനനുസരിച്ച് മോൾഡായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഷാരീസ് ടെക്നിക്ക്. അടുത്തത് റുഡ്സ് ടെക്നിക്കാണ്. ഇതിൽ സ്റ്റാൻസ്ബറീസിൻ്റെ പോലെ സിമിലർ ആയിട്ടുള്ള ടെക്നിക്കാണ്. അതായത് നമ്മൾ കോമ്പൗണ്ടിൽ തന്നെയാണ് റിം ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റാൻസ്ബറീസിൽ ബക്കലിയും ലിംഗ്വലിയും കാർഡിംഗ് വാക്സ് ആണ് ഉപയോഗിച്ചത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഹാർഡായിട്ടുള്ള ബേസ് പ്ലേറ്റ് വാക്സും അതുപോലെ തന്നെ റെഡ് കോൺടൂർ വാക്സും യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഈ കാർഡിംഗ് വാക്സ് ഈ എക്സെൻട്രിക് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വരിക. എന്നിട്ട് സ്റ്റാൻസ്ബേഴ്സ് പോലെ തന്നെ എന്താ പറയുക, ഈ എക്സെൻട്രിക് ഫങ്ഷണൽ മൂവ്മെൻറ്റ്സ് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് റെക്കോർഡ് ചെയ്തതിലേക്ക് ഒരു എന്താ പറയുക സ്റ്റോൺ പോർ ചെയ്ത് അതിൻ്റെ ഒരു ലോവറിന് വേണ്ടിയിട്ടൊരു ഗൈഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആകെ റുഡ്സ് ടെക്നിക്കിൽ വരുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 മാക്സിലറി ബേസസ് ഉണ്ടാക്കി വെക്കും. കാര്യം ഒന്ന് ഈ എക്സെൻട്രിക് ജനറേറ്റഡ് പാത്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും 2 ടീത്ത് സെറ്റിങ്ങിന് വേണ്ടിയിട്ടും. അങ്ങനെ 2 റിം ഉണ്ടാക്കും എന്നുള്ളത് ഒരു വ്യത്യാസം റുഡ്സ് ടെക്നിക്കിൽ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റാൻസ്ബറീസിലെ പോലെ സെയിം കാര്യങ്ങളാണ്. ആകെ അതിൽ നിന്ന് വ്യത്യാസം വരിക കോമ്പൗണ്ട് റിം ഉണ്ടാക്കിയിട്ട് സൈഡിൽ ബേസ് പ്ലേറ്റ് വാക്സും അതുപോലെ തന്നെ റെഡ് കോൺടൂർ വാക്സും വന്നിട്ട് അതിൻ്റെ മേലെയാണ് കാർഡിംഗ് വാക്സ് വരിക. അപ്പോൾ ഇത്ര നേരം നമ്മൾ നോക്കിയിരുന്നത് ഫങ്ഷണൽ ചൂയിങ് ടെക്നിക്കിലെ 4 ഡിഫറെൻറ്റ് ടെക്നിക്സ് ആയിരുന്നു. ഇനി അടുത്ത് ബാലൻസ്ഡ് സെറ്റിങ്ങിലുള്ളത് ആർട്ടിക്കുലർ ഇക്വിലിബ്രേഷൻ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെന്താ പറയുക കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ഈ ടെക്നിക്ക് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പേഷ്യൻറ്റിന് ന്യൂറോ മസ്കുലർ കൺട്രോള് കുറവുള്ള പേഷ്യൻസിന്, അതായത് പുവറാണ് ന്യൂറോ മസ്കുലർ കൺട്രോൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആർട്ടിക്കുലേറ്റ് ഇക്വിലിബ്രേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുക. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റ് മൗണ്ട് ചെയ്യുന്നു. എന്നിട്ട് ടീത്ത് നമ്മൾ സെൻട്രിക്കിൽ തന്നെയാണ് അറേഞ്ച് ചെയ്യുക. സെൻട്രിക് ഒക്ലൂഷനിൽ നമ്മൾ ടീത്ത് അറേഞ്ച് ചെയ്യുന്നു. അതായത് നമ്മളിപ്പോൾ സെൻട്രിക് ഹോൾഡിംഗ് കസ്പ് ഒന്നുകിൽ ലോവറിൻ്റെ ബക്കൽ കസ്പുകളാണോ അല്ല ലിംഗ്വൽ കസ്പുകളാണോ എന്നനുസരിച്ച് ആണ് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് അനുസരിച്ച് നമ്മൾ അപ്പർ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ട്രൈൻ ചെയ്ത് നോക്കും. ട്രൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സെൻട്രിക് റെക്കോർഡ്സ് നമുക്ക് കിട്ടുക. അതനുസരിച്ച് നമ്മൾ ടീത്ത് കുറച്ച് എക്സെൻട്രിക് ബാലൻസും കൂടെ നമ്മൾ വരുത്തും. അതിപ്പോൾ ഈ കസ്പ് ഈ എന്താ പറയുക ഈ സെൻട്രിക് ഹോൾഡിംഗ് കസ്പ് മാറുന്നതനുസരിച്ചാണ് ഈ ആർട്ടിക്കുലേറ്റർ ഇക്വിലിബ്രേഷൻ മെത്തേഡിൽ ചേഞ്ചസ് വരിക. സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചർ ഉപയോഗിക്കുന്നതിലെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? 1, കോമ്പിനേഷൻ സിൻഡ്രോം വരാനുള്ള സാധ്യതയുണ്ട്. 2 വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒപ്പോസിങ് നാച്ചുറൽ ടീത്തും മേലെ അക്രിലിക് ടീത്തോ അല്ലെങ്കിൽ പോർസലിൻ ടീത്തോ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് നാച്ചുറൽ ടീത്തിന് ഒരു വെയർ വരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പോസിങ് ഇരിക്കുന്നത് നാച്ചുറൽ ടീത്താണ്. ഫോഴ്സ് എപ്പോഴും നാച്ചുറൽ ഡെൻറ്റീഷന് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ബൈറ്റിംഗ് ഫോഴ്സിൻ്റെയൊക്കെ കൂടുതൽ കൊണ്ടിട്ട് ഡെഞ്ചർ ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചറിൽ. അതിലെ കോമ്പിനേഷൻ സിൻഡ്രോം ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചറിലെ കോംപ്ലിക്കേഷനായ കോമ്പിനേഷൻ സിൻഡ്രോമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഈ കോമ്പിനേഷൻ സിൻഡ്രോം ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് കെല്ലിയാണ് ഇൻ 1972. കോമ്പിനേഷൻ സിൻഡ്രോമിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡഞ്ചലസ് മാക്സിലായിരിക്കും ഒപ്പോസിംഗ് ആയിട്ട് മാൻഡിബിളിൽ ഒന്നുകിൽ ആർച്ച് ഫുൾ നാച്ചുറൽ ടീത്ത് ആയിരിക്കും, അല്ല എങ്കിൽ ആൻറ്റീരിയേഴ്സ് എങ്കിലും നാച്ചുറൽ മാൻഡിബുലർ ടീത്ത് കാണും. ആൻറ്റീരിയർ നാച്ചുറൽ ടീത്ത് ഉണ്ടായിരിക്കും, ഇൻക്ലൂഡിങ് ബോൺ ലോസ് കാണും. അതായത് മാക്സിലറി ആൻറ്റീരിയർ റിഡ്ജിൽ ബോൺ ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ ട്യൂബറോസിറ്റീസിൽ ഓവർ ഗ്രോത്ത് കാണും. പാപ്പിലറി ഹൈപ്പോപ്ലേഷ്യ കാണും. ഹാർഡ് പാലറ്റിൽ ലോവർ ആൻറ്റീരിയേഴ്സിന് എക്സ്ട്രൂഷൻ ഉണ്ടാവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോവറിൽ ഡിസ്റ്റൽ എക്സ്റ്റൻഷനാണ്, അതായത്
പോസ്റ്റീരിയസിൽ ടീത്ത് ഇല്ലാത്ത കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക RPD വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിൻ്റെ ബിനീത്തിലായിട്ട് ആൽവിയോള ബോണിന് നല്ല രീതിയിൽ തന്നെ റിസോർപ്ഷൻ ഉണ്ടാവും. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ സിൻഡ്രോമിനെ തന്നെ വേറൊരു പേരിൽ അറിയപ്പെടുന്നത് ആൻറ്റീരിയർ ഹൈപ്പർ ഫങ്ഷൻ സിൻഡ്രോം എന്നാണ്. അപ്പോൾ കോമ്പിനേഷൻ സിൻഡ്രോമിലെ ഫീച്ചേഴ്സ് ഒന്നുകൂടെ പറയുകയാണ്. മാക്സിലറി ഇഡഞ്ചുലസ് ആയിരിക്കും, മാൻഡിബുലർ ആൻറ്റീരിയേഴ്സിൽ നാച്ചുറൽ ടീത്ത് പ്രസൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ മാക്സിലറി ആൻറ്റീരിയർ റിഡ്ജിൽ ബോൺ ലോസ് ഉണ്ടാവും, ഓവർ ഗ്രോത്ത് ഓഫ് ട്യൂബറോസിറ്റീസ് കാണും, പാപ്പിലറി ഹൈപ്പർപ്ലേഷ്യ ഓഫ് ദ ഹാർഡ് പാലറ്റ് കാണും, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രൂഷൻ ഓഫ് ലോവർ ആൻറ്റീരിയർ ടീത്ത് ഉണ്ടാവും, ലോസ് ഓഫ് ആൽവിയോള ബോൺ ആൻഡ് റിഡ്ജ് ഹൈറ്റ് ഉണ്ടാവും. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ പോസ്റ്റീരിയസിൽ RPDയുടെ താഴെയായിട്ട്, അതായത് ആ ഒരു പോസ്റ്റീരിയർ റീജിയനിൽ ആൽവിയോള ബോൺ ലോസും ഉണ്ടാവും, റിഡ്ജ് ഹൈറ്റ് കുറവായിരിക്കും അവിടെ. കോമ്പിനേഷൻ സിൻഡ്രോമിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക നമുക്കൊരു സീക്വൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കോമ്പിനേഷൻ സിൻഡ്രോം വരുന്നത് അപ്പർ മാക്സിൽ, അതായത് അപ്പറിൽ ഇഡഞ്ചുലസ് ആയ കണ്ടീഷനിലും ലോവറിൽ ആൻറ്റീരിയർ ടീത്ത് നാച്ചുറൽ ടീത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡെഞ്ചർ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ആൻറ്റീരിയർ മാക്സിലയിൽ ബോൺ ലോസ് വന്നു തുടങ്ങും. അതുപോലെ തന്നെ ആൻറ്റീരിയർ മാക്സിലയിൽ ടിഷ്യൂസ് ഇച്ചിരി ഫ്ലാബിയും ഹൈപ്പർപ്ലാസ്റ്റിക്കും ആയിത്തീരും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്യാരക്ടറിസ്റ്റിക് ഡീപ്പ് ഫോൾഡ് പോലെ അവിടെ മാക്സിലയിൽ ആൻറ്റീരിയർ മാക്സിലയിൽ ഫോം ആയി തുടങ്ങും. അപ്പോൾ ഇത്രയും വരുമ്പോൾ തന്നെ മാക്സിലറി ഡെഞ്ചർ ഡിസ്പ്ലേസ് ആയി തുടങ്ങും. കാര്യം ഫ്ലാബി ആവുമല്ലോ ആൻറ്റീരിയറിൽ ടിഷ്യൂസ് ഫ്ലാബി ആയി തുടങ്ങുമ്പം ഡെഞ്ചറിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരും. ആൻറ്റീരിയർലി ആൻഡ് സുപ്പീരിയർലി ആയിട്ട് ഒരു ഡെഞ്ചർ ഡിസ്പ്ലേസ്മെൻറ്റ് വരും. അതുപോലെ തന്നെ മാക്സിലറി ആൻറ്റീരിയറിൽ എപ്പിലിസ് ഫിഷറേറ്റം വരാനുള്ള സാധ്യതകൾ കൂടും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവറിൻ്റെ മാൻഡിബിളിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റീരിയർലി ഡിസ്റ്റൽ എക്സ്റ്റൻഷൻ ആയിരിക്കും രണ്ട് സൈഡും. അപ്പോൾ അവിടുത്തെ ബോൺ റിസോർപ്ഷൻ റേറ്റും കൂടുതലായിരിക്കും മാൻഡിബിളിൽ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിലയിൽ തന്നെ ഒരു ഒക്ലൂസൽ പ്ലെയിൻ മൈഗ്രേറ്റ് ആവും. അതായത് ആൻറ്റീരിയർലി നോക്കുമ്പോൾ മേളിലേക്കും പോസ്റ്റീരിയർലി ഡൗൺവേർഡുമായിട്ട് ഒക്ലൂസൽ പ്ലെയിനിന് ഒരു മൈഗ്രേഷൻ സംഭവിക്കും. ഈ കാണിച്ചേക്കുന്ന ഫസ്റ്റ് പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ട്യൂബറോസിറ്റീസ് കണ്ടില്ലേ, ഇച്ചിരി എൻലാർജ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോസ്റ്റീരിയർലി ഡൗൺവേർഡേക്ക് ഒക്ലൂസൽ പ്ലെയിൻ മൈഗ്രേറ്റ് ആവും, ആൻറ്റീരിയർലി ആണെങ്കിൽ മേളിലേക്കായിരിക്കും മൈഗ്രേറ്റ് ആവുക. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് പോസ്റ്റീരിയൽ പാലറ്റൽ സീലിൽ ഒരു നെഗറ്റീവ് പ്രഷറായിരിക്കും ഉണ്ടാവുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബറോസിറ്റീസ് എൻലാർജ് ആവും, പാലറ്റിൽ അതായത് ഹാർഡ് പാലറ്റിൽ പാപ്പിലറി ഹൈപ്പർപ്ലേസിയും പ്രസൻ്റ് ആവും. മാൻഡിബിളിലെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ആൻറ്റീരിയർലി ആണ് ടീത്ത് പ്രസൻ്റ് ആവുക. ആ ടീത്തുകൾ ഇച്ചിരി സൂപ്രാറപ്റ്റ് ആവും, അതുപോലെ തന്നെ ഫ്ലെയറിങ് ഉണ്ടാവും. കാര്യം ഈ ഒക്ലൂസൽ ലോഡ് വന്നിട്ട് ആൻറ്റീരിയേഴ്സ് ഫ്ലെയർഡ് ആവും. അതുപോലെ തന്നെ ലോവറിൻ്റെയും ഒക്ലൂസൽ പ്ലെയിൻ ചേഞ്ച് ആവും. ഇത്രയും ചേഞ്ചസ് വരുമ്പോൾ തന്നെ എന്താ പറയുക, ലോസ് ഓഫ് മാൻഡിബുലാർ സപ്പോർട്ട് വരും. അതുപോലെ തന്നെ ഒക്ലൂസൽ ലോഡ് കൂടുതലും ആൻറ്റീരിയറിലേക്ക് വരും. ഇൻക്രീസ്ഡ് ഒക്ലൂസൽ ലോഡായിരിക്കും ആൻറ്റീരിയറിൽ. പോസ്റ്റീരിയറുള്ള ഫോഴ്സ് കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ആൻറ്റീരിയറിൽ ഇത്രയും ഫോഴ്സ് വരുമ്പോൾ മാക്സിലറി ആൻറ്റീരിയർ റിഡ്ജിൻ്റെ റിസോർപ്ഷൻ റേറ്റ് കൂടും. ഇത്രയാണ് സീക്വൻസ് ആയിട്ട് സംഭവിക്കുക കോമ്പിനേഷൻ സിൻഡ്രോമിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ MCQയിൽ ഒത്തിരി വട്ടം ചോദിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഈ എന്താ പറയുക ബാലൻസ്ഡ് സെറ്റിങ്ങിൽ ചെയ്യാനുള്ള ടെക്നിക്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. MCQസിൽ അങ്ങനെ കണ്ടിട്ടില്ല, എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ പറഞ്ഞു പോയതൊക്കെ. പിന്നെ MCQയിൽ ഇൻഡിക്കേഷനും അഡ്വാൻറ്റേജും അല്ലാണ്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കോമ്പിനേഷൻ സിൻഡ്രോമും കോമ്പിനേഷൻ സിൻഡ്രോമിൻ്റെ സീക്വൻസ് ഓഫ് ചേഞ്ചസും ആണ് പിന്നെ MCQസിൽ കണ്ടുവന്നിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് സിംഗിൾ കംപ്ലീറ്റ് ഡെഞ്ചറിലുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു.